ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബിഗോണിയ ചെടിയുടെ കെയറിംഗ് ആണ്. ബിഗോണിയയിൽ പല വെറൈറ്റികളുണ്ട്. വെറൈറ്റികളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ബിഗോണിയ നമ്മൾ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ വളർത്തിയെടുക്കാം, കേടാവാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം എന്നുള്ളതൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ബിഗോണിയ ചെടിയെ ബാധിക്കുന്ന പ്രധാന ഒരു രോഗമാണ് അഴുകൽ രോഗം. ഇതിൻ്റെ തണ്ട് അഴുകി പോകുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ചെടികൾക്ക് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഓവർ വാട്ടറിങ്ങും അതേപോലെ അധികം മഴയത്തൊക്കെ നമ്മൾ ചെടി വെച്ചാലാണ് ഇത്തരത്തിൽ അഴുകൽ രോഗം ഉണ്ടാവുക. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനും അതേപോലെ പൂപ്പൽ ബാധയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചെടികൾ അഴുകി പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും രോഗബാധയേറ്റ ചെടികൾ നമുക്ക് വീണ്ടും എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം. ബിഗോണിയ ചെടികൾ നമ്മൾ ശ്രദ്ധിച്ചാലും ചില സമയങ്ങളിൽ നമ്മൾ ഓവർ വാട്ടറിങ് ഒക്കെ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ അധികമായിട്ട് വളങ്ങളൊക്കെ കൊടുത്തു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സമയങ്ങളിൽ മാത്രമേ ഈ ചെടികളിൽ ഇതേപോലെ നമ്മുടെ ഇലകളിലൊക്കെ ചീച്ചിൽ ബാധയും തണ്ട് അഴുകി പോകുന്നൊക്കെ പ്രശ്നങ്ങൾ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ആ ചെടി ഇലകളൊക്കെ ചെറുതായിട്ടൊരു ക്ഷീണം ബാധിച്ചതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിയുടെ ചുവടുവശത്ത് ചെറിയൊരു അഴുകൽ ബാധ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് തളിച്ച് നമുക്കത് മാറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെടി മൊത്തമായിട്ട് പുതിയ പോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യാം. അപ്പോൾ ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഓവർ വളമില്ലാത്ത രീതിയിൽ ഒരു നല്ലൊരു മണ്ണ് പോട്ടി മിക്സ്, ചുവന്ന മണ്ണായാലും മതി, കറുത്ത മണ്ണോ, അതിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം ചേർത്ത് നമുക്ക് ആ ചെടി അല്ല ഏത് ചെടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റീപോർട്ട് ചെയ്യാന്നുള്ളതാണ്. റീപോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ തൈകൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചുവട്ടും തൈകളൊക്കെ വരുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പം തൈകൾ ഇതേപോലെ ചുവടുവശം ഒന്ന് അഴുകിയിട്ടുണ്ട്. എന്നാൽ ഈ തൈകൾ നമ്മൾ നട്ടുകൊടുത്താൽ നമുക്ക് മുളച്ച് കിട്ടും. അത്തരത്തിൽ കുറേ തൈകൾ ഈ ചുവടുവശത്തുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇതിന് അഴുകൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ നമ്മൾ റീപോർട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മണ്ണ് കൊടുക്കുക. എന്നിട്ട് ഓവർ വാട്ടറിങ് ഒന്നും ചെയ്യാതെ നമ്മളൊരു തണലത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് അത് നല്ല ഹെൽത്തി ആയിട്ട് മാറിക്കോളും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്യാണ്. നമ്മൾ പോട്ട് ഒരു സിമൻറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കരിയില ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു പോട്ടിൽ. നമ്മൾ ഇത്തരത്തിൽ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കരിയില നമ്മൾ ഈ ഒരു പോട്ടിൽ നിറച്ച് വെച്ചതാണ്. ഏകദേശം ഒരു 2 മാസത്തോളമായിട്ടുണ്ടാവും ഇത് നമ്മൾ കരിയിലിട്ട് വെച്ചിട്ട്. കരിയിലകളൊക്കെ ഒന്ന് ഉണങ്ങി കറുത്ത കളറായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മണ്ണായിട്ട് മാറും ഈ ഇലകൾ. നമുക്കിത് നല്ല വളമായിട്ട് നമ്മളെ ചെടികൾക്ക് യൂസ് ചെയ്യാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഈ ഒരു വളം മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ മണ്ണാണ്, കറുത്ത മണ്ണ്. അതുപോലെ കരിയിലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിട്ടുള്ള മണ്ണ് തന്നെയാണ്. ഇതിൽ ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ചെടി നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ചെടിക്ക്. അപ്പം ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കീടബാധ ഏറ്റത് ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മാറ്റി ഈ ഒരു പോട്ടിലേക്ക് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. ചെടി നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗത്തുകൂടി മണ്ണിട്ട് ഒന്ന് ചൂടൊന്ന് ഉറപ്പിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് നനച്ചിട്ട് ആ ഷെയ്ഡിലേക്ക് വെച്ചാൽ മതി. ഓവർ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. നമ്മൾ ചുവട്ടിൽ അഴുകിയ ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അത് വേറെ തൈകളാക്കി തന്നെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 തൈകൾ നമുക്ക് ഈ ഒരു തൈകൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ക്ഷതം ചെടികൾക്ക് ഏറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും വിചാരിക്കും. ഈ പോട്ടിലുള്ള മുഴുവനായിട്ടുള്ള മണ്ണ് നമ്മൾ മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുന്നത്. മണ്ണ് മാറ്റി നമ്മൾ പുതിയ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈ ഇറക്കി വെക്കേണ്ട മാത്രമേ ഉള്ളൂ. 2 ചെറിയ തൈകളാണ് നമ്മൾ മണ്ണിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആഴ്ച വയ്ക്കാതെ മണ്ണിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒന്ന് നനച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ തൈകൾ റെഡി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബിഗോണിയ ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഓവർ വാട്ടറിങ്ങോ അതേപോലെ മറ്റ് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ചെടികളാണ് നമ്മളെ ബിഗോണിയ ചെടികൾ. ഓവർ വളം പ്രയോഗമൊക്കെ നമ്മുടെ ചെടികൾ കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ അധികം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഷെയ്ഡിലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ബിഗോണിയ കെയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.